ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നിധിയുടെ ബർത്ത്ഡേ ദിവസം നിധിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായി തീരുമാനിക്കുകയാണ് സുധീഷ്. സുഭാഷും നികേഷും ഹരീഷും നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ സുധീഷ് ഹാളൊക്കെ കാൻഡിൽസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇതൊന്നും അറിയാതെ റൂമിൽ കിടന്നുറങ്ങുകയാണ് നിധി. ഹാളെല്ലാം ഡെക്കറേറ്റ് ചെയ്തതിനു ശേഷം ഹാപ്പി ബർത്ത്ഡേ നിധി എന്ന് എഴുതിയിരിക്കുന്ന ഒരു കേക്ക് കൊണ്ടുവന്ന് ടേബിളിലേക്ക് വെക്കുകയാണ് സുധീഷ്. ശേഷം ലവിന്റെ ഷേപ്പിലുള്ള ഒരു ചെറിയ കേക്ക് കൊണ്ടുവന്ന് ആ ടേബിളിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് താഴേക്ക് വെക്കുന്നു. രണ്ടിലും ഹാപ്പി ബർത്ത്ഡേ നിധി എന്നാണ് എഴുതിയിരിക്കുന്നത്. ചുറ്റും നോക്കി സന്തോഷത്തോടു കൂടി ഫോൺ എടുത്ത് നോക്കി സുധീഷ് പറയുകയാണ്, അയ്യോ സമയമായല്ലോ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സുഭാഷിന്റെ അരികിലേക്ക് വന്ന് തട്ടി വിളിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ എഴുന്നേൽക്ക്. ഉറക്കത്തിൽ സുഭാഷ് പറയുന്നു, അവിനാശെ ആ സിമന്റ് ചാക്ക് എല്ലാം അവിടേക്ക് എടുത്തു വെക്ക്. ഇത് കേട്ട് സുധീഷ് ചോദിക്കാണ്, സുഭാഷേട്ടാ എന്തിനാ ഇപ്പം ഇവിടെ സിമന്റ് ചാക്ക് ഇറക്കുന്നത്? ഒന്ന് എഴുന്നേൽക്കുന്നുണ്ടോ? ഉറക്കം കൊണ്ടിരുന്ന സുഭാഷ് ചോദിക്കുന്നു, നീ ആയിരുന്നോ? സ്വപ്നം കണ്ടു. അപ്പൊ സുധീഷ് പറയണ, അതെ സുഭാഷ് ഏട്ടാ സ്വപ്നമായിരുന്നു. എഴുന്നേൽക്ക്. എഴുന്നേറ്റിരുന്ന് സുഭാഷ് ചോദിക്കുന്നു, എന്താണ് നിനക്കിപ്പോ വേണ്ടത്? ഉറങ്ങിക്കിടക്കുന്ന നികേഷിനെയും ഹരീഷിനെയും വിളിച്ചുണർത്താനായി ശ്രമിക്കുകയാണ് സുധീഷ്. സുഭാഷ് ചോദിക്കുന്നു, എടാ എന്തിനാ അവരെ ഇപ്പൊ വിളിച്ചുണർത്തുന്നത്? എന്നെ വിടെന്ന് പറഞ്ഞ് നികേഷ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. എഴുന്നേക്കിടാന്ന് പറഞ്ഞ് നികേഷിനെ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ് സുധീഷ്. സുഭാഷും നികേഷും ഉറക്കം തൂങ്ങി എഴുന്നേറ്റിരിക്കുമ്പോൾ, എടാ ഹരീഷ് എഴുന്നേക്കെന്ന് പറഞ്ഞ് ഹരീഷിനിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ് സുധീഷ്. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റിരുന്ന് എടാന്ന് വിളിച്ച് ഹരീഷ് തെറി വിളിക്കാനായി തുടങ്ങുമ്പോൾ വാ പൊത്തിക്കൊണ്ട് സുധീഷ് പറയുന്നു, മിണ്ടരുത്, അകത്ത് നിധിയുണ്ട്. അങ്ങനെ സുധീഷ് കൈമാറ്റുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, സുധീഷേട്ടൻ എന്തിനാ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എന്നെ ചവിട്ടി ഉണർത്തിയത്? വേദന എടുക്കുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, വേദന എടുക്കണം എങ്കിലല്ലേ നീ ഉറങ്ങാതിരിക്കൂ. സമയം നോക്കി ഹരീഷ് പറയുകയാണ്, 12 മണിയാകുന്നു. എന്തിനാ ഈ 12 മണിക്ക് എന്നെ വിളിച്ചുണർത്തിയത്? ടെൻഷനോടുകൂടി ഫോണിൽ നോക്കിക്കൊണ്ട് സുധീഷ് ചോദിക്കണം, 12 മണിയായോ? 12 ആയില്ലല്ലോ, 11:40 ആയതേ ഉള്ളൂ. ഇനി 20 മിനിറ്റ് ഉണ്ട്. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്തിനാ ഇങ്ങനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ടോർച്ചർ ചെയ്യുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ 12 മണിയായാൽ നിധിയുടെ പിറന്നാളാണ്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, അതിന് ഞങ്ങൾ എന്ത് വേണം? അപ്പൊ നികേഷ് ചോദിക്കട്ടെ, സുധീഷൻ എന്താ പറഞ്ഞത്? ഏട്ടത്തിയുടെ പിറന്നാളാണെന്നോ? സുഭാഷും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നാളെ അവളുടെ ബർത്ത്ഡേ. ചുറ്റും നോക്കി നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്താ ഇതെല്ലാം? സുധീഷൻ അങ്ങനെ അറിഞ്ഞേ? അപ്പൊ സുധീഷ് പറയുകയാണ്, എന്താടാ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പിറന്നാളല്ലേ, അത് എനിക്ക് അറിയാതിരിക്കോ? അപ്പൊ നികേഷ് പറയുകയാണ്, പിറന്നാളാണെന്ന് ഏട്ടത്തി എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അതെ എന്റെ പിറന്നാളാണെന്ന് അവള് നിന്റെ അടുത്ത് വന്ന് പറയണമായിരിക്കും. എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിധിക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യിപ്പിക്കാം. ദേ നോക്ക്, 12 മണിയാകാൻ കുറച്ച് സമയമുള്ളൂ. എഴുന്നേൽക്ക് എല്ലാരും. അപ്പൊ സുഭാഷ് പറയുകയാണ്, ശരിയടാ 12 മണിക്ക് കറക്റ്റ് ആയിട്ട് എഴുന്നേറ്റ് കേക്ക് കട്ട് ചെയ്യണം. ഇത് കിട്ടിയ ടെൻഷനോട് കൂടി സുധീഷ് പറയുകയാണ്, എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്ന് എഴുന്നേൽക്ക്. പെട്ടെന്ന് എഴുന്നേറ്റ് മുഖം കഴുകിയിട്ട് വാ. ശരി സുധീഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷ് മുഖം കഴുകാനായി പോകുമ്പോൾ പായും തലോണയൊക്കെ മടക്കി വെക്കുകയാണ് സുഭാഷ്. കയ്യിൽ പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ അതൊക്കെ പിന്നെ എടുത്തു വെക്കാം, മുഖം കഴുകിയിട്ട് വാ. വാടാ ഹരീഷ് എന്ന് പറഞ്ഞ് സുഭാഷ് മുഖം കഴുകാനായി അവിടെ നിന്ന് ഓടി പോവുകയാണ്. ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഹരീഷിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, എഴുന്നേൽക്കടാ, പോയി മുഖം കഴുകിയിട്ട് വാന്ന് പറഞ്ഞ് ഹരീഷിനെ പിടിച്ചു വലിച്ച് മുഖം കഴുകാനായി പറഞ്ഞു വിടുകയാണ് സുധീഷ്. തുടർന്ന് എല്ലാവരും സന്തോഷത്തോടുകൂടി കേക്കിന്റെ അരികിലേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എങ്ങനെയുണ്ടടാ ഇതെല്ലാം? നികേഷ് പറയുകയാണ്, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ് ഏട്ടാ. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ 12 മണിക്കല്ലേ കേക്ക് കട്ട് ചെയ്യുന്നത്, അതിനെന്തിനാ ഇപ്പോഴേ എഴുന്നേൽപ്പിച്ചത്? 11:55 എഴുന്നേൽപ്പിച്ചാ പോരായിരുന്നോ? അപ്പൊ സുധീഷ് ചോദിക്കാണ്, ഇപ്പൊ നിനക്ക് ഉറങ്ങിയിട്ട് എന്ത് വേണം? നേരെ ചൊവ്വ ഇവിടെ ഒന്ന് നിൽക്ക്. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ ഞാൻ പോയി ഏട്ടത്തിയെ വിളിക്കട്ടെ? അപ്പൊ സുധീഷ് പറയണ, ഏയ് വേണ്ട വേണ്ട, ഞാനല്ലേ അവളെ വിളിച്ചുണർത്തേണ്ടത്. നീ പോയി വിളിച്ചുണർത്തിയാൽ നീ ഇതെല്ലാം ചെയ്തെന്ന് അവള് വിചാരിക്കില്ലേ? ഇത് കേട്ട് നികേഷ് പറയുകയാണ്, കറക്റ്റ്. അപ്പൊ സുധീഷ് പറയുകയാണ്, 11:55 ആവട്ടെ, ഞാൻ തന്നെ പോയി വിളിച്ചുണർത്താം. നികേഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ എന്തിനാ 2 കേക്ക്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഗുഡ് ക്വസ്റ്റ്യൻ. അത് നമുക്ക് എല്ലാവർക്കും. ഈ ചെറിയ കേക്ക് നിധിക്ക് മാത്രമായുള്ള സ്പെഷ്യൽ. എങ്ങനെയുണ്ട് ഈ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക്? സിംബോളിക്കായി എന്റെ പ്രണയം പറയുകയാണ്, അവക്കത് മനസ്സിലാകും. ഇത് കേട്ട് നികേഷ് പറയുന്നു, ഓ അങ്ങനെ, നന്നായിട്ടുണ്ട് സുധീഷ് ഏട്ടാ. സുഭാഷും നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ സമയമായി, പെട്ടെന്ന് ഏട്ടത്തെ വിളിച്ചുണർത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാം, ഉറക്കം വരുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ നികേഷേ അവന്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളം കോരി ഒഴിക്ക്. അപ്പൊ സുഭാഷ് പറയുകയാണ്, എടാ സമയമാകുന്നു, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ അതെ സമയമായി, ഞാൻ പോയി നിധിയെ വിളിച്ചുണർത്താം. അപ്പൊ സുഭാഷ് പറയുകയാണ്, സുധീഷ് വേണ്ട, ഈ സമയത്ത് നീ പോയി വിളിച്ചുണർത്തിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, ഞാൻ പോയി വിളിക്കാം. അപ്പൊ സുധീഷ് പറയുന്നു, ഒരു പ്രശ്നമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ പോയി വിളിച്ചുണർത്തിയാൽ അവൾക്ക് ഒന്നും സംഭവിക്കില്ല, ബർത്ത്ഡേ ആഘോഷിക്കാനല്ലേ വിളിക്കുന്നത്. അങ്ങനെ സുധീഷ് നിധിയുടെ റൂമിന്റെ വാതിലിൽ തട്ടി വിളിക്കുകയാണ്, നിധി എഴുന്നേൽക്ക്. ഉറക്കം ഉണർന്ന നിധി മനസ്സിൽ പറയുകയാണ്, എന്താ ഈ സമയത്ത്? അങ്ങനെ നിധി വന്ന് വാതിൽ തുറന്ന് എന്താന്ന് ചോദിക്കുമ്പോൾ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഒരു ബൊക്കെ എടുത്ത് നിധിയുടെ കയ്യിലേക്ക് നീട്ടിക്കൊണ്ട് സുധീഷ് പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ. വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി ആ ബൊക്കെ വാങ്ങി നിധി പറയുകയാണ്, താങ്ക് യു. സുധീഷ് എങ്ങനെ അറിഞ്ഞേ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതൊക്കെ അറിയാം, നിധി വാ. സുഭാഷും ഹരീഷും നികേഷും സന്തോഷത്തോടുകൂടി കൈകൊട്ടി ഹാപ്പി ബർത്ത്ഡേ പാടുമ്പോൾ ബൊക്കെയും പിടിച്ച് വളരെ
സന്തോഷത്തോടുകൂടി ചുറ്റും നോക്കിക്കൊണ്ട് അവരുടെ അരികിലേക്ക് വരികയാണ് നിധി. സുധീഷും അവരുടെ ഒപ്പം കൈകൊട്ടി ഹാപ്പി ബർത്ത്ഡേ പാടുകയാണ്. കേക്ക് കണ്ട് നിധി വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ കൈ കൊടുത്തുകൊണ്ട് സുഭാഷ് പറയുന്നു, പിറന്നാൾ ആശംസകൾ മോളെ. താങ്ക് യു സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഏട്ടത്തി എന്ന് പറഞ്ഞ് ഹരീഷും നികേഷും നിധിക്ക് കൈ കൊടുക്കുകയാണ്. സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, താങ്ക് യു. കേക്ക് ഒക്കെ ഉണ്ടോ? അപ്പൊ സുധീഷ് പറയണ, അതെ നിധിക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാ. അപ്പൊ നിധി ചോദിക്കണ, ഇതെന്താ 2 കേക്ക്? വലിയ കേക്ക് കാണിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ഈ കേക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഈ ചെറിയ ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് നിധിക്ക് വേണ്ടി മാത്രമായി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. ഇത് മൊത്തം നിധി വേണം കഴിക്കാൻ. നിധി ചോദിക്കുന്നു, എങ്ങനെ സുധീഷ്, ഞാൻ അത്രയും കഴിക്കുക? അപ്പൊ സുധീഷ് പറയുന്നു, അതൊക്കെ പറ്റും, ചെറിയ കേക്ക് അല്ലേ. സമയം നോക്കിയിട്ട് നികേഷ് പറയുന്നു, സുധീഷിട്ട സമയമാവി. ദേഷ്യത്തോടു കൂടി നികേഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, നിധി കേക്ക് കട്ട് ചെയ്യാം. നിധി 1 മിനിറ്റ് എന്ന് പറഞ്ഞ സുധീഷ് കേക്കിന്റെ മുകളിലേക്ക് കാൻഡിൽസ് ഒക്കെ വെക്കുകയാണ്. ഹരീഷിന്റെയും നികേഷിന്റെയും കയ്യിലേക്ക് പാർട്ടി പോപ്പ് കൊടുക്കുന്നു. സന്തോഷത്തോടു കൂടി സുധീഷിന്റെ കയ്യിൽ നിന്നും കത്തി വാങ്ങിച്ച് കാൻഡിൽസ് ഊതി അണച്ച് നിധി ചോദിക്കുന്നു, കട്ട് ചെയ്യട്ടെ? പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, കട്ട് ചെയ്യും നിധി. നിധി വളരെ സന്തോഷത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യുമ്പോൾ പാർട്ടി പോപ്പ് പൊട്ടിക്കുകയാണ് നികേഷും ഹരീഷും. നിധി ചിരിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ്. സുഭാഷും നികേഷും ഹരീഷും സുധീഷും എല്ലാം ഹാപ്പി ബർത്ത്ഡേ പാടി കൈ കൊട്ടുകയാണ്. നിധി ആദ്യ കേക്ക് പീസ് കട്ട് ചെയ്ത് സുധീഷിന്റെ നേരെ നോക്കുമ്പോൾ സുധീഷ് ആകാംക്ഷയോടുകൂടി നിധിയെ നോക്കുകയാണ്. കേക്കുമായി നിധി സുധീഷിന്റെ അരികിലേക്ക് വരുമ്പോൾ സുധീഷ് സന്തോഷത്തോടുകൂടി വാ തുറക്കുകയാണ്. ദാ സുധീഷ് എന്ന് പറഞ്ഞ് നിധി കേക്ക് സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. സുധീഷ് പതിയെ ചോദിക്കുന്നു, ഇങ്ങനെയാണോ? 2ാമത്തെ പീസ് കേക്ക് കട്ട് ചെയ്ത് നികേഷിന്റെ അരികിലേക്ക് വരികയാണ് നിധി. നികേഷ് കൈ നീട്ടുമ്പോൾ കൈ തട്ടിമാറ്റി നികേഷിന്റെ വായിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുകയാണ് നിധി. ഇത് കണ്ട് അസൂയയോടുകൂടി അവരെ ഒന്ന് നോക്കിയിട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് സുധീഷ്. സുഭാഷിനും ഹരീഷിനും എല്ലാം കേക്ക് എടുത്ത് കൈയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നിധി. നിധിയും കേക്ക് എടുത്ത് കഴിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി കേക്ക് കഴിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ഇതെല്ലാം എപ്പോഴാ വാങ്ങിയത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, ഇവൻ എപ്പോഴാ വാങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല മോളെ. സുധീഷ എല്ലാ ഏർപ്പാടുകളും ചെയ്തത്. ഇപ്പൊ 11:30 മണിക്കാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത്. എടാ എപ്പോഴാ നീ പോയി കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്? സുധീഷ് പറയുകയാണ്, 11 മണിക്ക് പോയി വാങ്ങിയിട്ട് വന്നതാണ് സുഭാഷ് ഏട്ടാ. ബേക്കറി അടയ്ക്കാനേ സമ്മതിച്ചില്ല. അവിടെ തന്നെ ഇരുന്ന് 11 മണിക്ക് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, കേക്ക് വെക്കാൻ നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ലല്ലോ. അതാ 11 മണിക്ക് വാങ്ങി 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് കരുതി ഞാൻ 11 മണിക്ക് കേക്ക് വാങ്ങിയത്. ഇത് കേട്ട് നികേഷ് പറയുന്നു, സൂപ്പർ സുധീഷ് ഏട്ടാ. ഈ സമയം അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ ഇവിടെ? ഇന്നെന്താ കാർത്തിക ദീപമാണോ? അപ്പൊ നിധി പറയുന്നു, ഇന്നെന്റെ ബർത്ത്ഡേയാ, കേക്ക് കട്ട് ചെയ്തു. ഭാസ്കരൻ ചോദിക്കുന്നു, ഇന്ന് മോളുടെ പിറന്നാളാണോ? ഹാപ്പി ബർത്ത്ഡേ. മോക്ക് വേണ്ടി ഞാനൊരു പാട്ട് പാടട്ടെ? ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞ് ഭാസ്കരൻ ഒരു പാട്ട് പാടുകയാണ്. ഭാസ്കരന്റെ പാട്ട് കേട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, മതി മതി, വാ പുറത്തേക്ക് പോകാം. അപ്പൊ സുഭാഷ് പറയണ, എടാ അച്ഛൻ പാടട്ടെ. ഇത് കേട്ട് ഭാസ്കരൻ പറയുന്നു, ബാത്റൂമിലേക്ക് പോകാൻ വന്നവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണോ? നിധി കേക്ക് എടുത്ത് കൊടുക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, മോളെ അതവിടെ വെച്ചോ, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് കഴിച്ചോളാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ഭാസ്കരൻ ബാത്റൂമിലേക്ക് പോവുകയാണ്. ഒരു കേക്ക് പീസ് എടുത്ത് നീട്ടിക്കൊണ്ട് നിധി ചോദിക്കുന്നു, സുധീഷ് ഇതും കൂടി കഴിക്കുന്നോ? അപ്പൊ സുധീഷ് പറയണ, വേണ്ട നിധി, നമുക്ക് ആ ചെറിയ കേക്കും കൂടി കട്ട് ചെയ്യാം. അപ്പൊ നിധി പറയണ, അതിനെന്താ, കട്ട് ചെയ്യാലോ. ഈ സമയം ബാത്റൂമിൽ പോയിട്ട് ഉറക്കം തൂങ്ങി അവിടേക്ക് വരുന്ന ഭാസ്കരൻ തറയിലിരിക്കുന്ന ആ ചെറിയ കേക്കിലേക്ക് ചവിട്ടുകയാണ്. ഞെട്ടി താഴേക്ക് നോക്കി ഭാസ്കരൻ ചോദിക്കുന്നു, എന്താടാ ഇത് പിശുപിശാന്ന്? ഇത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ സുധീഷ് ഞെട്ടി ഭാസ്കരനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുകയാണ്, എന്റെ ഹാർട്ട്. അയ്യോ എന്ന് പറഞ്ഞ എല്ലാവരും തലയിൽ കൈവച്ച് നിൽക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾക്ക് വിവരമില്ലേ? കേക്കിന്റെ മുകളിലൂടെയാണോ നടക്കുന്നേ? അപ്പോൾ ഭാസ്കരൻ ചോദിക്കുകയാണ്, നടക്കുന്ന വഴിയിൽ നിന്നോട് ആരാ പറഞ്ഞത് കേക്ക് വെക്കാൻ? തറയിൽ കാല് വെക്കാതെ നടക്കാൻ പറ്റുമോ? കാല് പിശുപിശാന്നുണ്ട്, കാല് കുത്താൻ പറ്റുന്നില്ല. നീ കേക്ക് തരാന്ന് പറഞ്ഞില്ലേ മോളെ, അതെന്തേ? നിധി കേക്ക് കൊടുക്കാനായി തുടങ്ങുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, വേണ്ട വേണ്ട, കാലൊന്ന് കഴുകട്ടെ. അങ്ങനെ ഭാസ്കരൻ പതിയെ പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ ഇയാളെ ഞാൻ കൊല്ലും. സുധീഷേട്ടാ വേണ്ടാന്ന് പറഞ്ഞ് നികേഷ് കയ്യിലേക്ക് പിടിക്കുമ്പോൾ സുഭാഷ് പറയുന്നു, സുധീഷേ നീ അത് വിട്, നല്ലൊരു ദിവസം ആയിക്കൊണ്ട് വെറുതെ വഴക്കിന് നിൽക്കണ്ട. ഒരു കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ചല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, അതല്ല സുഭാഷേട്ടാ, ആ കേക്ക് ഞാൻ ആഗ്രഹിച്ച്. അപ്പൊ ഹരീഷ് പറയുന്നു, സുധീഷേട്ടാ അത് വിട്, എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല മൂടി നിൽക്കുക, വെറുതെ ഒരു വഴക്കിന് പോകണ്ട. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്നാലും ഞാൻ കേക്ക് എത്ര ആഗ്രഹിച്ച് വാങ്ങിച്ചതാണെന്നറിയോ? അപ്പൊ നിധി പറയുന്നു, സുധീഷ് അത് വിട്, നമ്മള് കേക്ക് കട്ട് ചെയ്തല്ലോ, ഈ കേക്ക് സൂപ്പർ ആയിരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, എടാ ഹരീഷ് ആ കേക്ക് കൊണ്ട് പുറത്ത് കളാ. ശരി സുഭാഷേട്ടാന്ന് പറഞ്ഞ് ഭാസ്കരൻ ചവിട്ടിയ ആ കേക്ക് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ഹരീഷ്. സുധീഷ് വിഷമത്തോടുകൂടി നോക്കി നിൽക്കുമ്പോൾ എല്ലാവരും സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു പീസ് കേക്ക് എടുത്ത് നിധി പറയുകയാണ്, സുധീഷ് എനിക്ക് ഈ കേക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഫ്ലേവറാ. ഇത് ഏത് ഫ്ലേവറാ സുധീഷ്? ഇത് കേട്ട് സുധീഷ് സന്തോഷത്തോടുകൂടി നിധിയെ നോക്കുമ്പോൾ നികേഷ് ചോദിക്കാണ്, ഏട്ടത്തിയുടെ വീട്ടിലും ഇതേപോലെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടില്ലേ? അപ്പൊ നിധി പറയുന്നു, കേക്ക് കട്ട് ചെയ്യാറുണ്ട്, പക്ഷേ ഇങ്ങനെ രാത്രി 12 മണിക്കൊന്നും കട്ട് ചെയ്തിട്ടേ ഇല്ല. 12 മണിക്ക് ഫ്രണ്ട്സ് കുറച്ചുപേര് കോള് ചെയ്ത് വിഷ് ചെയ്യും. ഇപ്പം നമ്പർ മാറ്റിയില്ലേ, അതുകൊണ്ട് അവരും വിളിക്കില്ല. 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാ. ഇത് കേട്ട് സുധീഷ് സന്തോഷത്തോടുകൂടി എല്ലാവരും
എല്ലാരെയും നോക്കുമ്പോൾ നിധി പറയുന്നു, സുധീഷെ ഒരുപാട് നന്ദിയുണ്ട്. ഞാനിത് പ്രതീക്ഷിച്ചതേയില്ല. വീട് മുഴുവൻ ക്യാൻഡിൽ ലൈറ്റ് ബൊക്കെയൊക്കെ തന്ന് കറക്റ്റ് 12 മണിക്ക് ഈ വർഷം കേക്ക് കട്ട് ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതേയില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ സുധീഷ് പറയണ എല്ലാം നിധിക്ക് വേണ്ടിയാ. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ ഈ കേക്ക് എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലല്ലോ, അതുകൊണ്ട് എല്ലാവരും ഓരോ പീസും കൂടി കഴിക്കും. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ച് കേക്ക് കട്ട് ചെയ്ത് കഴിക്കുകയാണ്. നിധിയുടെ സന്തോഷം കണ്ട് കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ് സുധീഷ്. തുടർന്ന് രാവിലെ സുധീഷ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കുറച്ചപ്പുറത്തായി ഇരിക്കുകയാണ് ഹരീഷും നികേഷും. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഭാസ്കരൻ പറയുന്നു, എടാ പതിയെ സംസാരിക്കടാ, ഒരാൾ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണുന്നില്ലേ? ഇത് കേട്ട് ഭാസ്കരനെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഫോണിൽ സംസാരിക്കുന്ന സുധീഷ് കാണുകയാണ് ഭാസ്കരന്റെ കാലിൽ പറ്റി പിടിച്ചിരിക്കുന്ന കേക്കിന്റെ ക്രീം. സുധീഷ് ഓർക്കുന്നു, രാത്രി താൻ നിധിക്കായി വാങ്ങിക്കൊണ്ടുവന്ന ഹാർട്ട് ഷേപ്പിലുള്ള കേക്കിലേക്ക് ഭാസ്കരൻ ചവിട്ടിയത്. ഫോൺ കട്ട് ചെയ്ത സുധീഷ് ഭാസ്കരന്റെ കാലിന്റെ അരികിലേക്ക് വന്ന് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട് ഹരീഷ് ചോദിക്കുന്നു, നികേഷ് സുധീഷൻ എന്താ ചെയ്യുന്നേ? നികേഷ് ഉറക്കെ ചോദിക്കുന്നു, സുധീഷേട്ടാ എന്താ? അപ്പൊ സുധീഷ് പറയണ, രണ്ടുപേരും വാ. ഹരീഷും നികേഷും അരികിലേക്ക് വരുമ്പോൾ ഭാസ്കരന്റെ കാല് കാണിച്ചുകൊണ്ട് സുധീഷ് പറയണ, അയാളുടെ കാല് കണ്ടോ? ഭാസ്കരന്റെ കാലിൽ വൈറ്റ് ചോക്ലേറ്റ് ഹാർട്ടുകളും ഉണ്ട്. ചിരിച്ചുകൊണ്ട് ഹരീഷ് ചോദിക്കുന്നു, സുധീഷേട്ടാ ഇതെന്താ ഇയാളുടെ കാലിൽ ഹാർട്ടൊക്കെ? ഓ, ആ കേക്കിന്റെ മുകളിലൂടെ നടന്നു പോയപ്പോൾ കാലിലായ ഹാർട്ടാണോ? കാല് കഴുകാതെയാണ് ഉറങ്ങിയത്. അപ്പൊ സുധീഷ് പറയണ, ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ കേക്കാണിത്. ആ കേക്ക് കടയിൽ ഉണ്ടായിരുന്നവൻ വേറെ സ്റ്റേറ്റുകാരനായിരുന്നു. അവൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ പറഞ്ഞത് അവൻ ഒട്ടും മനസ്സിലായില്ല. ഈ ഹാർട്ടൊക്കെ ഇങ്ങനെ വെക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ എനിക്ക് 30 മിനിറ്റ് എടുത്തു. കഷ്ടപ്പെട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കി ഹാർട്ടൊക്കെ വെച്ച് ഞാൻ ആ കേക്ക് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നപ്പോ ഇയാൾ അതിന്റെ മുകളിലൂടെ നടന്നു പോകുന്നു. ഞാൻ പോരാടി എന്റെ ഹാർട്ട് ആ കേക്കിൽ വെപ്പിച്ചതാ. അയാള് വേണ്ട കാലിൽ വെച്ചോണ്ട് നടക്കുന്നു. ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ട ആ കേക്ക് കൊണ്ട് വെച്ചത്. ആ സ്വപ്നത്തിന്റെ മുകളിലൂടെ അയാള് നടന്നത്. എനിക്ക് വരുന്ന ദേഷ്യത്തിന് ഇയാളെ ഞാൻ. അങ്ങനെ സുധീഷ് ഒരു കല്ലെടുത്ത് ഭാസ്കരന്റെ നേരെ ചെല്ലുമ്പോൾ തടഞ്ഞുകൊണ്ട് ഹരീഷ് പറയുന്നു, സുധീഷേട്ടാ വെറുതെ ഇരിക്കെ, കല്ല് താഴെയിട്. കല്ല് താഴെയിട്ട് സുധീഷ് വിഷമത്തോടു കൂടി ഭാസ്കരന്റെ കാലിലേക്ക് നോക്കുമ്പോൾ ഹരീഷും നികേഷും ചിരിക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്താടാ നിനക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണോ വരുന്നത്? എല്ലാം ചെയ്തു വെച്ചിട്ടോ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? അങ്ങനെ സുധീഷ് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്ന് ഭാസ്കരന്റെ കാലിലേക്ക് ഒഴിക്കുകയാണ്. ഞെട്ടി എഴുന്നേറ്റിരുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, എന്തിനാടാ കാലിൽ വെള്ളം ഒഴിച്ചത്? ഉറങ്ങുകയല്ലായിരുന്നോ? എഴുന്നേൽപ്പിക്കാനായിരുന്നെങ്കിൽ മുഖത്തേക്കല്ലായിരുന്നോ വെള്ളം ഒഴിക്കേണ്ടത്? കാലിൽ വെള്ളം ഒഴിക്കുന്ന എന്തിനാ? അപ്പൊ സുധീഷ് പറയണ, രാത്രി ഞാൻ നിധിക്ക് വേണ്ടി ആഗ്രഹിച്ച് വാങ്ങിക്കൊണ്ട് വന്ന കേക്കിന്റെ മുകളിലൂടെ നടക്കുകയല്ലായിരുന്നോ നിങ്ങള്? അപ്പോൾ ഭാസ്കരൻ പറയുന്ന, നടക്കുന്നിടത്താണോ കേക്ക് വെക്കുന്നത്? നോൺസെൻസ്. രാവിലെ ഓരോരുത്തന്മാര് വന്നോളൂ എന്ന് പറഞ്ഞ് ഭാസ്കരൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് ഹോളിലിരിക്കുന്ന നികേഷിന്റെയും ഹരീഷിന്റെയും അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എങ്ങനെ ഉണ്ടായിരുന്നടാ? സുധീഷ് ഏട്ടൻ രാത്രി പൊളിച്ചില്ലേ? അപ്പൊ നികേഷ് പറയുകയാണ്, കാലക്ക് സുധീഷേട്ടാ. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ ജീവിതത്തിൽ അലസത കാണിക്കാതെ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണിത്. പക്ഷേ രാത്രി 11:30 മണിക്ക് എഴുന്നേൽപ്പിച്ചില്ലേ, അത് ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല. അപ്പൊ സുധീഷ് പറയുകയാണ്, നീ പറയുന്നത് കേട്ടേ തോന്നുമല്ലോ രാത്രി 9 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേക്കുന്ന ആളാണെന്ന്. ചില ദിവസങ്ങളിലൊക്കെ നീതുവുമായി വഴക്കിട്ട് രാത്രി 2 മണിക്കാണ് ഉറങ്ങാൻ കിടക്കുന്നത്. അബദ്ധത്തിൽ നീ ഇന്നലെ 11 മണിക്ക് ഉറങ്ങിപ്പോയി. എന്നിട്ടല്ലേ നീ പറയുന്നത് ഞാൻ വിളിച്ചുണർത്തിയത് ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ? അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടൻ പറഞ്ഞത് കറക്റ്റാ. ചില ദിവസങ്ങളിൽ ഹരീഷ് ഏട്ടൻ കിടക്കുന്നത് 2 മണിക്കാ. ഈ സമയം അവിടേക്ക് വന്ന സുഭാഷ് എല്ലാവർക്കും പായസം കൊടുക്കുകയാണ്. സുഭാഷ് ഏട്ടൻ പായസം ഒക്കെ വെച്ചോന്ന് ചോദിച്ച് സന്തോഷത്തോടു കൂടി പായസം കുടിക്കുകയാണ് എല്ലാവരും. നിധിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ലേ സുഭാഷ് ഏട്ടൻ ഇന്ന് പായസം ഉണ്ടാക്കിയതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് സുഭാഷ്. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ എന്റെ ജീവിതത്തിലും ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്കൊരു ജോലി കിട്ടി, ആദ്യം ശമ്പളം വാങ്ങി. അതിനൊക്കെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ സ്വീറ്റ്സ് ഉണ്ടാക്കി കണ്ടിട്ടേ ഇല്ലല്ലോ. പക്ഷെ സുഭാഷ് ഏട്ടന്റെ അനിയത്തിക്ക് എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ സ്വീറ്റ് ഉണ്ടാക്കുമല്ലോ. ഇത് കേട്ട് സുഭാഷ് പുഞ്ചിരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കാണ്, സുധീഷ് ഏട്ടൻ ജോലിക്ക് ചേർന്ന കാര്യവും ശമ്പളം വാങ്ങിയ കാര്യവും ഒക്കെ സുഭാഷ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇതൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നന്നായിട്ടുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി അവിടേക്ക് വരികയാണ്. എല്ലാവരും നിധിയോട് ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ പിറന്നാൾ ആശംസകൾ മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് പായസം കൊണ്ട് കൊടുക്കുകയാണ്. നിധി ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ ഇത് പായസോ? അപ്പൊ സുധീഷ് പറയുന്നു, ഇന്ന് നിധിയുടെ പിറന്നാളല്ലേ, ഞാൻ പറഞ്ഞിട്ട് സുഭാഷ് ഏട്ടൻ നിധിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. അല്ല സുഭാഷ് ഏട്ടാ? ഇത് കേട്ട് എല്ലാവരും കണ്ടു തള്ളി സുധീഷിനെ നോക്കുമ്പോൾ സുഭാഷിനെ നോക്കി കണ്ണു കാണിക്കുകയാണ് സുധീഷ്. സുഭാഷ് പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സുധീഷ് പറയുകയാണ്, നമ്മൾ രാത്രിയിൽ കട്ട് ചെയ്ത കേക്കിന്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുടിക്കാം. പായസം കുടിച്ചു നോക്കി നിധി പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് സുഭാഷ് ഏട്ടാ. എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും എന്തൊക്കെയാ ചെയ്യുന്നത്? ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നികേഷ് പറയുകയാണ്, ഏട്ടത്തി സുധീഷ് ഏട്ടൻ രാത്രി 11:30 ഏട്ടത്തിയുടെ പിറന്നാളാണെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതെല്ലാം സൂപ്പർ ആയനെ. അപ്പൊ നിധി പറയുകയാണ്, രാത്രി കേക്ക് കട്ട് ചെയ്തത് തന്നെ എനിക്ക് വലിയ സർപ്രൈസാ. സുധീഷ് പുഞ്ചിരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് നിധിയെ നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ സുധീഷേ എന്തെങ്കിലും പറയാനുണ്ടോ? കൈ നീട്ടിക്കൊണ്ട് സുധീഷ് പറയുകയാണ്, കൈ തരൂ. നിധി സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, കൈ തരാനല്ലേ പറഞ്ഞ നിധി. പുഞ്ചിരിച്ച് നിധി കൈ കൊടുക്കുമ്പോൾ സുധീഷ് പറയുന്നു, വിഷ് യു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു എന്ന് നിധി പറയുമ്പോൾ
സുധീഷ് പറയുകയാണ് ഈ വർഷം നിധിക്ക് സൂപ്പർ വർഷമായിരിക്കും. നിധി ആഗ്രഹിച്ചതെല്ലാം നടക്കും. നിധിക്ക് ഇഷ്ടമുള്ളവർ, നിധിയെ ഇഷ്ടമുള്ളവർ എല്ലാവരും നിധിയുടെ ഒപ്പം ഉണ്ടാകും. അതിനായി എന്റെ ആശംസകൾ. താങ്ക് യു. മതി മതി എന്ന് പറഞ്ഞ് പതിയെ കൈ എടുത്തു മാറ്റുകയാണ് നിധി. ഹരീഷ് പതിയെ നികേഷിനോട് ചോദിക്കുന്നു, സുധീഷ് ഏട്ടൻ കുറച്ച് ഓവറായില്ലേ? അപ്പൊ നികേഷ് പറയുകയാണ് അതെപ്പോഴും അങ്ങനെയല്ലേ? അപ്പൊ സുഭാഷ് പറയുന്നു, മോളെ നിധി, ഇവൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മോക്ക് ഞാൻ പുതിയൊരു ഡ്രസ്സ് വാങ്ങി തന്നേനെ. അപ്പൊ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാനൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ മേഡം അത് ധരിക്കോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. ഇത് കേട്ട് നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, എടാ നീ ഡ്രസ്സ് വാങ്ങിയ കാര്യം എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ. സുധീഷ് മനസ്സിൽ പറയുന്നു, പറഞ്ഞിരുന്നെങ്കിൽ സുഭാഷ് ഏട്ടൻ പെർഫോം ചെയ്ത് തകർത്തേനല്ലോ. എന്താടാ സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഞാൻ ഡ്രസ്സ് വാങ്ങിക്കൊടുത്താൽ നിധിക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അതാ ആ സമ്മാനം കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് അതിങ്ങെടുക്ക്. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ വിശ്വസിക്കാനാകാതെ സുധീഷ് ചോദിക്കുന്നു, നിധി എന്താ പറഞ്ഞേ? അപ്പൊ നിധി പറയുകയാണ്, എനിക്ക് ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, അതിങ്ങ് എടുത്ത് താന്നാ പറഞ്ഞേ. ഒരു മിനിറ്റ് നിധി എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി റൂമിലേക്ക് ഓടിപ്പോയി നിധിയുടെ ഡ്രസ്സും എടുത്തുകൊണ്ട് അവിടെ ഓടി വരികയാണ് സുധീഷ്. അത് നിധിയുടെ നേരെ നീട്ടിക്കൊണ്ട് സുധീഷ് പറയുന്നു, ഇത് നിധിക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല. ഈ കളറ് നിധിക്ക് നന്നായി ചേരുമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് വാങ്ങിയതാ. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. സന്തോഷത്തോടു കൂടി അത് വാങ്ങി നിധി ചോദിക്കുന്നു, തുറന്നു നോക്കട്ടെ? അപ്പൊ സുധീഷ് പറയുകയാണ്, തുറന്നു നോക്ക് നിധി. ആ ഡ്രസ്സ് എടുത്ത് നോക്കി സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, നന്നായിട്ടുണ്ട് സുധീഷേ. സാരിയാണോ? അതെ നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ആകാംക്ഷയോടുകൂടി ആ സാരി നോക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. നിധിക്ക് ഈ സാരി ഇഷ്ടപ്പെട്ടോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ്, നല്ല കളറ്. അങ്ങനെ നിധി ആ സാരിയുമായി അകത്തേക്ക് പോവുകയാണ്. സുധീഷ് വളരെ സന്തോഷത്തോടു കൂടി തുള്ളി ചാടുകയാണ്. സുഭാഷും ഹരീഷും നികേഷും സന്തോഷത്തോടു കൂടി സുധീഷിനെ നോക്കുന്നു. തുടർന്ന് സുധീഷ് പറയുകയാണ്, എടാ നികേഷ്, ഞാൻ കൊടുത്ത ഉടനെ വാങ്ങിയില്ലേ, അതെനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ നികേഷ് പറയുകയാണ്, കൊടുത്ത ഉടനെ അതുമായി റൂമിലേക്ക് പോയല്ലോ ഏട്ടത്തി. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്തായാലും ഞാൻ കൊടുത്ത സാരി വാങ്ങിച്ചല്ലോ, അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. ഈ സമയം സുധീഷ് വാങ്ങിക്കൊടുത്ത സാരിയും എടുത്ത് അവിടേക്ക് വരികയാണ് നിധി. സുധീഷ് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ നിധിയും പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ്. സുഭാഷും നികേഷും ഹരീഷും എല്ലാം പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, എങ്ങനെയുണ്ട്? സുധീഷ് ചോദിക്കുന്നു, എന്നോടാണോ ചോദിച്ചേ? അപ്പൊ നിധി പറയണ, അതെ സുധീഷ് വാങ്ങി തന്ന സാരിയല്ലേ. അപ്പൊ സുധീഷിനോട് വേണ്ടേ ചോദിക്കാൻ? എങ്ങനെയുണ്ട്? സുധീഷ് പറയണ, സൂപ്പർ ആയിട്ടുണ്ട് നിധി, ഞാൻ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയുണ്ട് നിധി ഈ സാരിയിൽ. താങ്ക് യു എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, ഈ ബ്ലൗസ് ഒന്നും സാരിയിൽ ഇല്ലായിരുന്നല്ലോ. അപ്പൊ നിധി പറയുന്നു, ഈ സാരിക്ക് ബ്ലൗസ് ഇല്ലായിരുന്നു, ഇത് വേറെ സാരിയുടെ ബ്ലൗസാ, മാച്ച് ആകുമെന്ന് തോന്നി അതാ ഈ ബ്ലൗസ് ഇട്ടത്. പിന്നെ ഈ സാരിയുടെ സൈഡ് അടിക്കുകയും വേണം, അതൊന്നും കുഴപ്പമില്ലാന്ന് കരുതിയാ ഞാൻ ഈ സാരി ഉടുത്തത്, മാച്ച് ആകുന്നില്ലേ? അപ്പൊ സുധീഷ് പറയണ, നന്നായിട്ടുണ്ട് നിധി, കാണാൻ നല്ല ഭംഗിയുണ്ട്. സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, താങ്ക് യു. സുഭാഷ് ഏട്ടാ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട് മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പതിയെ പുറത്തേക്ക് പോയി തുള്ളി ചാടുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് അവിടേക്ക് വരുമ്പോൾ സുഭാഷ് പറയുന്നു, മോളെ ഇന്ന് മോളുടെ ബർത്ത്ഡേ അല്ലേ, ക്ഷേത്രത്തിൽ പോയിട്ട് വാ. സുധീഷ് മോളെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകും. അപ്പൊ സുധീഷ് പറയണ, അതിനെന്താ സുഭാഷ് ഏട്ടാ, ഉറപ്പായിട്ടും കൊണ്ടുപോകാം. അപ്പൊ നിധി പറയണ, നികേഷ് നീയും കൂടി വാ. അപ്പൊ നികേഷ് പറയുന്നു, ഇല്ല ഏട്ടത്തി ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. നീ കുളിച്ചില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയണ, കുളിച്ചു. അപ്പൊ നിധി ചോദിക്കണ, പിന്നെന്താ, നീയും വാ നമുക്ക് ഒരുമിച്ച് പോകാം. സുധീഷ് പറയുന്നു, നികേഷ് നീയും വാ. സുഭാഷ് ഏട്ടാ ഹരീഷ് പോയിട്ട് വരാന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് പോകുമ്പോൾ നികേഷും പിന്നാലെ പോവുകയാണ്. ഹരീഷിന്റെ കയ്യിൽ പിടിച്ച സുധീഷ് പറയുന്നു, എടാ കണ്ടില്ലേ സാരിയുടെ സൈഡ് അടിച്ചിട്ടില്ല, ആ സാരിക്കുള്ള ബ്ലൗസും ഇല്ല, എന്നിട്ടും ഞാൻ വാങ്ങിക്കൊടുത്തതായതുകൊണ്ട് ഉടനെ ആ സാരി എടുത്ത് വന്നത് കണ്ടില്ലേ, അത് കണ്ട് എന്റെ കൈ ഓടിയില്ല കാലും ഓടിയില്ല. ഇതിയിട്ട് ഹരീഷ് പറയുകയാണ്, മതി മതി പെട്ടെന്ന് ചെല്ല്. ഓ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് നിധിയുടെയും നികേഷിന്റെയും പിന്നാലെ പോവുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്